പ്രിയപ്പെട്ടവരെ, ഞാൻ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളി അങ്കണത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നീതിബോധമുള്ള, ദൈവവിശ്വാസമുള്ള, സത്യസന്ധനും ധർമ്മിഷ്ഠനും നിയമം യഥാവിധി വിലയിരുത്തി മനസ്സിലാക്കുവാനും കഴിവുള്ള ഒരു DYSP എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ ബസിലിക്ക പള്ളി അങ്കണത്തിൽ വലിയൊരു അനിഷ്ട സംഭവം ഒഴിവായത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇല്ലാത്ത ഓർഡറുകൾ വളച്ചൊടിച്ച് വിമതരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് ഈ ബസിലിക്ക പള്ളി അങ്കണത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ CI നടത്തിയ എല്ലാ ഹീന ശ്രമങ്ങളെയും യുക്തിബോധമുള്ള, നിയമബോധമുള്ള, സത്യസന്ധനായ, നീതിമാനായ DYSP തകർക്കുകയായിരുന്നു. സത്യത്തോട്, നീതിയോടൊപ്പം അദ്ദേഹം നിലകൊള്ളുകയായിരുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബസിലിക്ക പള്ളിയിൽ ഒരു സ്റ്റാറ്റസ് കോ ഉത്തരവ് നിലവിലിരുന്നു. അതുപ്രകാരം സിവിൽ കോടതിയിലുള്ള വ്യവഹാരങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് കുർബാനക്രമത്തിൽ ഒരു ഉണ്ടാക്കാം എന്ന് ഒരു ഇരുകൂട്ടരും തമ്മിൽ വളരെ സമാധാനപരമായ ഒരു രഞ്ജിപ്പിലെത്തിയിരിക്കെ തങ്ങളുടെ കേസിന് വലിയ തിരിച്ചടി വരുമെന്ന് ബോധ്യമുള്ള വിമത വിഭാഗം എല്ലാ സ്റ്റാറ്റസ് കോ ഓർഡറുകളും അവഗണിച്ചുകൊണ്ട് ധിക്കാരപരമായി, ഏകപക്ഷീയമായി വിമത കുർബാന നടത്തുകയാണ് ചെയ്തത്. പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ 3000-ഓളം വരുന്ന വിശ്വാസ സമൂഹത്തില് അത്യധികം ഹൃദയവേദന ഉണ്ടാക്കിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് ഇവിടെ സമാധാനാന്തരീക്ഷം തകർക്കുവാനാണ് വിമതർ ശ്രമിച്ചത്. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഇന്നലെ രാത്രി ഒത്തുകൂടിയത്. ആ വിശ്വാസികളെ ആക്രമിക്കാനായി പള്ളിക്കകത്ത് പ്രാർത്ഥനാപൂർവം കഴിഞ്ഞിരുന്ന ഇടവക അംഗങ്ങളെ ആക്രമിക്കാനായി കുറെ ആളുകൾ വന്നപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത പോലീസ് സഹായം കൊടുക്കുവാനാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ CI തുനിഞ്ഞ് എന്നുള്ളത് അത്യന്തം ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. ഇല്ലാത്തൊരു ഹൈക്കോടതി ഉത്തരവ് വളച്ചൊടിച്ചത് പോലീസ് പ്രൊട്ടക്ഷനാണ് എന്ന് വ്യാഖ്യാനിക്കുവാൻ CI നടത്തിയ ശ്രമം നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുകയില്ല. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് പോലീസ് പ്രൊട്ടക്ഷനായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിമത വിഭാഗത്തിന് ഒത്താശ ചെയ്യുവാൻ CI DYSPയെ പലതവണ നിർബന്ധിക്കുന്നത് കണ്ടത്. യഥാർത്ഥത്തിൽ കുർബാന ചെല്ലാൻ പോലീസ് പ്രൊട്ടക്ഷൻ വേണം, അതുപോലെ തന്നെ ഇവിടെ പുരോഹിതന്മാർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിനൊക്കെ വിസമ്മതിച്ച് ഇടവക അംഗങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ദേവാലയത്തിൽ ഒത്തുചേരുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാ സാഹചര്യവും നിലനിർത്തിക്കൊണ്ട് വളരെ യുക്തി നിറഞ്ഞ, വളരെ സത്യസന്ധമായ ഒരു ഓർഡർ കേരള ഹൈക്കോടതി ഇട്ടപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ പള്ളിയിൽ നിന്ന് അടിച്ചോടിക്കുവാൻ നടത്തിയ ശ്രമത്തെ ഇവിടെ നീതിബോധമുള്ള സത്യസന്ധരായ പോലീസ് ഓഫീസർ തടഞ്ഞു. അങ്ങനെ വിശ്വാസികൾക്ക് ആശ്വാസവും തണലും ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ബസിലിക്ക പള്ളിയിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടുകയാണ്. നമ്മുടെ സിനഡ് നിർദ്ദേശിച്ച, നമ്മുടെ സഭ നിർദ്ദേശിച്ച കുർബാനയ്ക്കായി നമുക്ക് ഒത്തൊരുമിച്ച് ഒരുമയോടെ പ്രവർത്തിക്കാം. കഴിയുന്നത്ര ആളുകൾ ബസിലിക്ക പള്ളിയിൽ എത്തിച്ചേരണം. നമ്മുടെ ഈ സമാധാനപരമായ സംരംഭത്തിൽ ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.